ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മളെ പുതുപുത്തൻ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഇതാക്കണ് തൃശ്ശൂരാണുള്ളത്. തൃശ്ശൂർ നമ്മളൊരു ഇടിവെട്ട് സാധനം കൊണ്ട് വന്നിക്കാണ്. സാധനം നമ്മൾ പുറകെ കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മളെ അർബാനിയാണ്. അർബാനിയ വെറും അർബാനിയ അല്ല, സാധനം ഒരു ഇടിവെട്ട് ഐറ്റാണ്. അപ്പോൾ എല്ലാവർക്കും നമ്മളെ പുതുപുത്തൻ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നമ്മളെ ചെറുക്കൻ്റെ വിശേഷങ്ങളിലേക്ക് പോയോക്കാം. അങ്ങനെ ഗൈസ്, ഇതാണ് നമ്മളാ പറഞ്ഞ ഇടിവെട്ട് ഐറ്റം. അതായത് ഇങ്ങനെ കിടക്കണം നോക്കണ്ട, അത്യാവശ്യം നല്ല ഹെവി വർക്ക് കയറിയ വണ്ടിയാണ്. നമ്മളെ കൂടെ തകണേ നമ്മളെ പ്രണവേട്ടുണ്ട്. പ്രണവേട്ടാ ഹായ്, അടിപൊളിയല്ലേ? അടിപൊളി. പ്രണവേട്ടനെ ആരാന്ന് നമുക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവർക്കും അറിയണാണ്. നമ്മളെ ലെജൻഡിലെ ഡാനിയിലെ സാരഥിയാണ്. സാരഥി പറഞ്ഞ പാപ്പാനാണ്. അപ്പോൾ പ്രണവേട്ടനുണ്ട് നമ്മളെ കൂടെ. പ്രണവേട്ടാ, ഇത് വണ്ടി നമ്മളെ പത്തേമാരില്ലേ? പത്തേമാരിന്റെ ഫസ്റ്റ് പുത്തൻ വണ്ടി ഉള്ളത്. അതെ, അവരെ ഫസ്റ്റ് പുത്തൻ വണ്ടിയാണ്. രജിസ്ട്രേഷൻ പറഞ്ഞു കഴിഞ്ഞാല് വണ്ടി എങ്ങോട്ടില്ലാണ്? കേരളത്തിക്ക് ഇല്ലാണോ അതോ വണ്ടി തെലുങ്കാനക്കിലാണ്? ഹൈദരാബാദിക്കില്ല വണ്ടിയാണ്. ഇതാ രജിസ്ട്രേഷൻ കണ്ടങ്ങൾക്ക് അറിയും. നമ്മളെ കേരളത്തില് രജിസ്റ്റർ ചെയ്ത വണ്ടിയല്ല. അപ്പോൾ വണ്ടി തകണ് ഹൈദരാബാദിക്കില്ല വണ്ടിയാണ്, കണ്ടില്ലേ? പിന്നെ നമ്മൾ ഈ വണ്ടിയിൽ സ്പെഷ്യൽ ആയിട്ട് എന്തൊക്കെ ഇല്ലേ? ഈ വണ്ടി പറഞ്ഞാലും ഇവിടെ സൈനൂസ് എന്നാണ് വർക്ക് എടുത്തിരിക്കുന്നത്. സൈനൂസ് എന്നാണ് വർക്ക് എടുത്തിരിക്കുന്നത്. ഇവിടെ പറവൂരുള്ള സൈനൂസ്, പറവൂരില്ലേ? നമ്മളെ നജീബ് ഖാന്റെ അവിടെ നിന്നാണ് വർക്ക് എടുത്തത്. ഫുൾ വർക്ക് മൂപ്പര് ഒരു അർബേനിയയിൽ ചെയ്തിട്ടുള്ള 17 സീറ്റിൽ ചെയ്തിട്ടുള്ള ഫുൾ വർക്കാണ്. എല്ലാ വർക്കുകളും ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. നമ്മളെ ഈ പത്തേമാരിന്റെയാണ് വണ്ടി പറഞ്ഞത്. ഈ പത്തേമാരി ടീം നമ്മളെ കേരളത്തിലെ ആൾക്കാരല്ലേ? കേരളത്തിലെ ആൾക്കാർ. ഒറ്റപ്പാലത്തുള്ള ആളാണ് ഇതിന്റെ ശരിക്കും ഓണർ, ഷിഹാബ് എന്ന് പറയും. പിന്നെ അതിന്റെ പാർട്ണർ ആയിട്ടുള്ള ആളാണ് അനിലേട്ടൻ നമ്മളെ കൂടെ ഉണ്ട്. അനിലേട്ടൻ നമുക്ക് പരിചയപ്പെടാം. പിന്നെ നമ്മളെ സൈനൂസ് എന്നാകണോ വർക്ക് നിൽക്കണതാകണോ പോലെ ബാഡ്ജിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ വണ്ടി നമുക്ക് മൊത്തത്തിലും കാണിച്ചു കൊടുത്താലോ? അപ്പൊ അങ്ങനെ ഗൈസ്, വണ്ടി നമുക്ക് പരിചയപ്പെടാം. പ്രണവേട്ടനുണ്ട്. പ്രണവേട്ടാ, നമുക്ക് ബാക്ക് തുടങ്ങണം ഫ്രണ്ട് തുടങ്ങണം? ഫ്രണ്ട് തുടങ്ങാം. അപ്പൊ നമ്മൾ ഫസ്റ്റ് തന്നെ തകണോ ഫ്രണ്ടിക്ക് വരുമ്പോ പ്രണവേട്ട എടുത്ത് പറയേണ്ട സംഗതിയാണ് നമ്മളെ വണ്ടിന്റെ ഗ്രില്ലും പിന്നെ വണ്ടിന്റെ ലോഗോ അല്ലേ? ബെൻസിന്റെ അതായത് ലോഗോ ആണ് സൈനൂസില്. ഇപ്പൊ പുതിയതായിട്ട് വന്ന അപ്ഡേഷൻ ആണ്, ലേറ്റസ്റ്റ് ആയിട്ട് വന്ന വർക്കാണ്. അപ്പൊ നമ്മളെ ഈ ഒരു ഫ്രണ്ട് ലുക്ക് പിന്നെ അതാ ഫോഗ് ലാമ്പൊക്കെ എടുത്ത് പറയേണ്ട സംഗതിയാണ് അല്ലേ? ഫുൾ വൈറ്റും ഉണ്ട്, അതിൽ യെല്ലോ വരുന്നുണ്ട്. പിന്നെ ടോപ്പിലാണെങ്കിലും പുതിയ ടൈപ്പ് ഹമ്മർ ടൈപ്പ് കാരിയർ ടൈപ്പ് ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ മൊത്തത്തിൽ നമ്മളെ വണ്ടി വാങ്ങിയപ്പോലെ കളറല്ല ഇപ്പൊ, മാറ്റി. ഒരു വൈറ്റ് അർബേനയിൽ നമുക്ക് എന്തൊക്കെ വർക്ക് എടുക്കാൻ കഴിയും അതൊക്കെ നമ്മൾ ഇതിന്റെ മുകളിൽ ചെയ്തിട്ടുണ്ട്. പ്രീമിയം ടച്ച് വിടാതെ രീതിയിലുള്ള. അതെ, ഒറ്റയടിക്ക് നോക്കുമ്പോ തന്നെ നമുക്ക് മനസ്സിലാവും ഏത് ലെവലിലാണോ. ഇപ്പൊ നമ്മള് 2 ദിവസമായിട്ട് വണ്ടിന്റെ കൂടെ ഉണ്ട്. നമ്മളിന്ന് തൃശ്ശൂർ മൊത്തം കറങ്ങി. അതേമാതിരി ഇന്നലെ രാവിലെ നമ്മള് ഷൂട്ടിന് പോയിന്, ഡ്രോൺ ഷൂട്ടിന്. അവിടെ പോയപ്പോഴും എവിടെ പോവാണെങ്കിലും ആൾക്കാരെ ശ്രദ്ധ പോണത് വണ്ടിമക്കാണ്. പിന്നെ എന്താക്കണു, സൈഡിക്ക് വരുമ്പോഴും നമ്മൾ മിറർ ആണെങ്കിലും ഈ ബമ്പറൊക്കെ ആണെങ്കിൽ ബ്ലാക്കില് വന്നില്ലേ? അത് മാറ്റി. പിന്നെ വണ്ടിന്റെ മൊത്തത്തിൽ പെയിന്റ് മാറ്റിക്കണോ? ഇല്ല, സൈഡിൽ ഈ ഫുള്ള് സൈഡിൽ കൂടെ ഒക്കെ നമുക്ക് ബ്ലാക്ക് ആ വരും. അത് ഫുൾ ബ്ലാക്ക് വന്നിന്. സ്റ്റെപ്പ് വെച്ച് ആൾക്ക് കയറാനും ഇറങ്ങാനും ഒക്കെ സപ്പോർട്ടിന് വേണ്ടിയിട്ട് അതൊക്കെ മാറ്റി മാറി. സൈഡിൽ നമുക്ക് എടുത്ത് കാണിക്കേണ്ട ഒരു സംഗതിയാണ് ഈ ഒരു ടൈപ്പ് അല്ലേ? നമ്മളെ സൈനോസിന്ന് ഒട്ടുമിക്ക വണ്ടിക്ക് ഇറങ്ങി പോകുമ്പോൾ ചെയ്യുന്ന സംഗതിയാണ്. ഇതൊരു കണ്ടതിന് ഒരു അഡാറ് ലുക്കാണ് വണ്ടിക്ക്. പിന്നെ ഇതിന്റെ ആവശ്യങ്ങള് സാധാരണ നമുക്ക് ഇല്ല, കാരണം ഷോക്ക് വെച്ചിരുന്നുള്ള വണ്ടിന്റെ മുകളിൽ 2 സൈഡിലുണ്ട് അല്ലേ? ഓഫ് റോഡ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ കൂടുതൽ ഈ സാധനം യൂസ് ചെയ്യുക. ടയറിന് ഗ്രിപ്പ് ഇട്ടാൻ വേണ്ടി വെക്കുന്ന സാധനമാണിത്. അടിപൊളിയായി സംഗതി. ഏതായാലും ഒരു കിടിലം വർക്കായി. പിന്നെ മേലെ നോക്കുമ്പോ നമ്മളെ കാരിയറും ഉണ്ട്. സൈനോസിന്റെ ഒരു അത് സംഗതി ഫുൾ ടൈം ലൈറ്റ് എത്തി കിടക്കും. പാർക്കിൽ എപ്പോഴും കത്തിക്കൊണ്ടേ നിൽക്കും. പാർക്കിൽ എപ്പോഴും ലൈറ്റ് എത്തിക്കൊണ്ട് നിൽക്കും. പിന്നെ നമ്മളെ ഈ ടീമിന്റെ പേരാണ് പത്തേമാരി ആണെന്ന് അറിയിക്കാനും വേണ്ടിട്ട് നമ്മൾ വലിയൊരു സ്റ്റിക്കർ അടിച്ചില്ലേ? ഈ ഒരു സ്റ്റിക്കർ കാരണമാണ് നമ്മൾ ഇന്നലെ വീഡിയോ എടുക്കാൻ പറഞ്ഞത്. ഒരു ദിവസം മൊത്തം പോയതാണ് ഈ സ്റ്റിക്കർ. നമ്മൾ അവിടെ സ്റ്റിക്കർ അടിച്ചത് നമ്മളിവിടെ കൊടകര നമ്മളെ ഷിജുവേട്ടന്റെ അവിടുന്ന് സ്റ്റിക്കർ ആയതായാലും അടിപൊളിയായി. കാരണം അത് ലോങ് നോക്കുമ്പോഴാണ്. പക്ഷെ നമുക്കിത് വൈറ്റ് പ്രീമിയം സെഗ്മെന്റ് ആയതുകൊണ്ട് അധികം ആർഭാടാക്കാനും പറ്റില്ല. പക്ഷെ നമ്മുടെ ഒരു കൺസെപ്റ്റ് ഈ വണ്ടിയിൽ വരും വേണം. അപ്പൊ അത് പുള്ളിയുടെ ഒരു സജഷനിൽ ചെയ്ത ഒരു പിക്ചർ ആണത്. പക്ഷെ നമ്മൾ വിചാരിച്ചാൽ അടിപൊളിയായിട്ട് പുള്ളി ചെയ്തു തന്നത്. അടിപൊളിയായി. കാരണം ഇത് ലോങ് നോക്കുമ്പോ പായക്കപ്പലിന്റെ ഒരു ഫീൽ അതിൽ കിട്ടും, നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് വണ്ടിന്റെ മെയിൻ ആയിട്ട് എടുത്ത് പറയേണ്ടതാണ് ഈ ഒരു സ്റ്റെപ്പ് അല്ലേ? ഫുഡ് സ്റ്റെപ്പ്. ഇത് നമ്മൾ അപ്പുറത്തെ സൈഡിൽ നിന്ന് കയറുമ്പോൾ അതിന് വെയിറ്റ് വന്നാലും പ്രശ്നമൊന്നുമില്ല. ഇതിന്റെ പർപ്പസ് എന്താ ചോദിച്ചപ്പോ നമ്മളോട് പറഞ്ഞത് എന്താ വെച്ചാൽ വണ്ടി ഹൈദരാബാദിക്കുള്ള വണ്ടി ആയതുകൊണ്ടും പിന്നെ അവിടുത്തെ ഒരു ഡ്രൈവിംഗ് കൾച്ചർ എന്ന് പറയുമ്പോൾ ബോഡിക്ക് പെട്ടെന്ന് പരിക്ക് വരും. ഓട്ടോറിക്ഷ ആണെങ്കിലും ബൈക്കാരൊക്കെ ആണെങ്കിലും വണ്ടിമക്ക് പരിക്കെടുത്തില്ല ഡ്രൈവിംഗ് ആയിരം. അതുകൊണ്ട് അത് തടയാനും വേണ്ടിയിട്ടാണ് ഇതാകണോ 2 സൈഡിലും നമ്മൾ സ്റ്റെപ്പ് കൊടുത്തുക്കണു. 2 സൈഡിലും നമ്മൾ ഇതേമാതിരി സ്റ്റെപ്പ് കൊടുത്തുക്കണു.
അപ്പൊ ഇതാണ് മൊത്തത്തിൽ വണ്ടിന്റെ ലുക്ക് എന്ന് പറയുമ്പോൾ. കാരണം നമുക്ക് ഒറ്റ നോട്ടത്തിൽ ഇങ്ങനെ നോക്കുമ്പോ തന്നെ ഒരു വലിയൊരു വെള്ള ആന ഇങ്ങനെ വന്ന് നിൽക്കണ മാതിരിയാണ്. പിന്നെ ഇതിന്റെ മെയിൻ ആയിട്ട് അതായത് ഇത് എത്ര ലക്ഷം റുപ്യന്റെ വർക്കാണ്? ഏകദേശം 8,90,000 9 ലക്ഷം റുപ്യ വർക്ക്. 9 ലക്ഷം റുപ്യന്റെ ഒരു മുതലാണ് ഈ കിടക്കുന്നത്. കാരണം നമ്മള് അർബാനിയ നമ്മള് സ്റ്റോക്ക് ആയിട്ട് എടുത്തിട്ട് എന്തൊക്കെ 9 ലക്ഷം റുപ്യക്ക് നമുക്ക് ചെയ്യാൻ പറ്റണോ അതൊക്കെ ഇതിന് ചെയ്തിട്ടുള്ള വർക്ക് സൈനസിന്റെ ഫുൾ വർക്കാണ്. ഇതിലൊന്നും ചെയ്യാനില്ല. സൗണ്ട് ആണെങ്കിലും ഇതിൽ ചെയ്യാന്ന് പറഞ്ഞാൽ സീറ്റിന് എണ്ണം കുറയ്ക്കാന്ന് മാത്രം. പക്ഷെ നമ്മൾ ഈ വണ്ടി ചെയ്തിരിക്കുന്ന 17 സീറ്റ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അടുത്ത നമ്മുടെ വരുന്ന ഒന്നുകൂടി പ്രീമിയം സെഗ്മെന്റ് ആണ് അടുത്ത വണ്ടികൾ. ഇതിവിടെ ഒരു തുടക്കാണ് നിർത്തുന്നില്ല, തുടങ്ങിയിട്ടേ ഉള്ളൂ. തുടക്കം മാത്രമാണ്, വണ്ടികൾ ഇനിയും വരുന്നതാണ് പ്രണവേട്ടം പറയണേ. അപ്പൊ ഇതാണ് മൊത്തത്തിൽ നമ്മളെ വണ്ടിന്റെ ലുക്ക്. പിന്നെ നമുക്ക് എടുത്ത് പറയേണ്ട സംഗതി ഉണ്ട്, നമ്മളെ ഇതിന്റെ ഡിഫൻഡർ കട്ട് ഈ സ്റ്റെപ്പ് ഉണ്ടല്ലേ, ഡിഫൻഡറിൽ വരുന്ന മാതിരി ഒരു ബോക്സ് ടൈപ്പ് വരുന്നുണ്ടല്ലോ ഡിഫൻഡറിൽ. നമുക്ക് സിറ്റിയിൽ വെക്കാൻ കഴിയില്ല, വെക്കാൻ കഴിയാതെ അതിന്റെ ആ സ്റ്റെപ്പ് ഇത് പുറത്തുനിന്ന് നമ്മൾ വരുത്തിച്ചല്ലേ. അതൊക്കെ സൈനൂസ് ഓലന്നെ എത്തിച്ചാണ്ട് ഓലന്നെ വെച്ച സംഗതിയാണ് ഇത്. ഈ ഒരു സാധനം അപ്പുറത്തുണ്ട് ഇതേപോലെ. ഇത് രണ്ടും വന്നപ്പോ തന്നെ വണ്ടി മൊത്തത്തിൽ ഔട്ടർ ലുക്ക് വേറെ ഒന്നുമില്ല, മൊത്തത്തിലൊന്ന് വണ്ടി ഫുൾ വൈറ്റ് ആക്കി. അതേമാതിരി കേരിയർ കൊടുത്തു, ഈ രണ്ട് സാധനം വെച്ചു, വണ്ടി മൊത്തത്തിൽ ലുക്ക് മാറി. ഫ്രണ്ട് ഗ്രില്ലും മാറി. ഇനി നമുക്ക് മെയിൻ ആയിട്ട് എന്ന് പറയുമ്പോ വണ്ടിന്റെ ബാക്ക് വന്ന് നോക്കുമ്പോഴും നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി വേറെ കൂടുതൽ ഓവർ ആക്കിയിരുന്നില്ല. ഒറ്റ സ്റ്റെപ്പ് കൊടുത്തുക്കണു. പിന്നെ കേരിയറിന്റെ ബാക്കിൽ ടോപ്പ് അതിന്റെ ബ്രേക്ക് ലൈറ്റും കാര്യങ്ങളൊക്കെ ബ്രേക്ക് ലൈറ്റും ഉണ്ട്. പിന്നെ നമ്മൾ ഇതാകണം പത്തേമാരിന്റെ ഡീറ്റെയിൽ നമുക്ക് ലാസ്റ്റ് പറയാം. പത്തേമാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈദരാബാദ് പോയ ഒട്ടുമിക്ക പാക്കേജർമാർക്കും പത്തേമാരി എന്താണ്, പത്തേമാരി അവിടെ എങ്ങനെയാണ് എല്ലാവർക്കും അറിയാം. ബാക്കിൽ കൂടുതലായിട്ട് ഓവർ വർക്കൊന്നുമില്ല, സ്റ്റെപ്പും ഉണ്ട്, പിന്നെ ക്രാഷ് കാർഡും ഉണ്ട്. പിന്നെ ടോപ്പിൽ ഇതാകണു കേരിയറിൽ ബ്രേക്ക് ലൈറ്റും കാര്യങ്ങളും ഉണ്ട്. അപ്പൊ ഇതാകണം പ്രണവേട്ട നമ്മള് വണ്ടിന്റെ മൊത്തം ലുക്ക് കണ്ട്. ഇനി നമുക്ക് മെയിൻ ആയിട്ട് നമ്മളെ പൈസ കൂടുതൽ ഇന്റീരിയറിലാണ് കയറിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇന്റീരിയറിലും കാണണം. അതിന്റെ മുന്നായിട്ട് നമ്മളെ കൂടെ ഒരാളും കൂടി ഉണ്ട് നമ്മളെ വണ്ടിയില്. നമ്മുടെ വണ്ടിയുടെ ഓണർ ആയിട്ടുള്ള ഷിയാബ് അനിയേട്ടൻ, രണ്ടാളാണ് ഇതിന്റെ ഓണേഴ്സ്. അനിയേട്ടൻ നമ്മുടെ കൂടെ അനിയേട്ടൻ നമ്മളെ കൂടെ ഉണ്ട്. കാരണം അനിയേട്ടൻ നമ്മളെ കൂടെ ഇല്ല പറഞ്ഞു കഴിഞ്ഞാല് നമ്മളിപ്പോ തൃശ്ശൂരാണ്. അപ്പൊ പ്രണവേട്ട ഇതാണ് നമ്മളെ അനിലേട്ടൻ. അപ്പൊ അനിലേട്ട നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത്. അനിലേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നാട്ടില് ചുരുക്കളുണ്ടാവല് ഫുൾ ഹൈദരാബാദ് കളികളാണ്, ഇന്റർനാഷണൽ കളികളാണെന്ന് പറഞ്ഞത്. അപ്പോൾ ആ ഇന്റർനാഷണൽ കളികൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കേരളത്തിൽ നിന്ന് ഇത്രയും വലിയൊരു എമൗണ്ടിൽ വണ്ടി പണിയിച്ചുകൊണ്ട് നമ്മൾ ഹൈദരാബാദിലേക്ക് കൊണ്ടുപോകണം. അപ്പം അനിലേട്ടാ എന്താണ് നമ്മളവിടെ പത്തേമാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? പത്തേമാരി ഇപ്പോൾ ഞങ്ങൾ തുടങ്ങിയിട്ട് അതുകൊണ്ട് ഒരു 7 വർഷത്തോളമായി. 7 വർഷമായി. ഞാൻ എൻ്റെ പേര് അനിൽ, സ്ഥലം ഇവിടെ തന്നെ തൃശ്ശൂരാണ്. ഇപ്പോൾ നമ്മളുള്ളത് പുള്ളുപാടത്താണ്. പിന്നെ എൻ്റെ പാർട്ട്ണർ ഷിഹാബ് പാലക്കാട് കോങ്ങാട്. അപ്പോൾ ഷിഹാബ് ഇപ്പോൾ ഹൈദരാബാദിലെത്തിയിട്ട് ഒരു 24 വർഷത്തോളമായി. 24 വർഷമായി. ഞാൻ ഹൈദരാബാദ് ഒരു 22 വർഷമായി. അപ്പോൾ നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഫീൽഡ്, അതായത് റൂംസും ഹോട്ടൽ ഫീൽഡും റെസ്റ്റോറൻറ്റൊക്കെ ആയിട്ടായിരുന്നു. അപ്പോൾ നമ്മൾ പാക്കേജ് ടൂർ തുടങ്ങിയിട്ട് ഏതാണ്ട് ഒരു 10-14 വർഷമായിട്ട്. 14 വർഷമായി. അപ്പോൾ നമ്മളിപ്പോൾ പത്തേമാരിൽ നമുക്ക് ഒരുപാട് വണ്ടികൾ അവിടെ ഉണ്ടല്ലോ അല്ലേ? നമുക്ക് ബസ്സായി കണ്ടും നമ്മൾ കേരളത്തിൽ നിന്ന് ഏത് പാക്കേജ് വന്നു കഴിഞ്ഞാൽ ട്രെയിനിൽ വന്നു കഴിഞ്ഞാൽ നമ്മളത് റൂമുണ്ട്, അതേമാതിരി റെസ്റ്റോറന്റ് ഉണ്ട്, പിന്നെ വണ്ടികളുണ്ട്. അതായത് ഹൈദരാബാദിൽ വന്നു കഴിഞ്ഞാൽ A മുതൽ Z വരെ എന്ത് വേണോ എല്ലാ കാര്യങ്ങളും പത്തേമാരി അവിടെ നമുക്ക് സെറ്റാക്കി തരും. അപ്പോൾ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോസിന്റെ താഴെ നമ്പറും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. അപ്പോൾ പത്തേമാരി ആരും മിസ് ചെയ്യരുത്. ഹൈദരാബാദ് പോകണമെങ്കിൽ മസ്റ്റായിട്ട് വിളിക്കണം. കാരണം ഇവിടുന്ന് ട്രെയിനിന് ചെന്ന് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇതേപോലത്തെ ഓരോ വണ്ടികളൊക്കെയാണ് ഹൈദരാബാദിലേക്ക് വരുന്നത്. അവിടെ നമ്മൾ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ 4 ദിവസം എത്ര ദിവസമാണെങ്കിലും നമുക്ക് ഫുള്ള് കറങ്ങാനുള്ള വണ്ടി, റൂം, ഫുഡ് ഒക്കെ പത്തേമാരി സെറ്റാക്കി തരും. അപ്പോൾ ഇതൊരു തുടക്കം മാത്രമെന്നാ പറഞ്ഞത്. വണ്ടികൾ ഇനിയും വരുന്നുണ്ട്. പുത്തൻ വണ്ടിയിൽ നമ്മൾ ഇതല്ല ഫസ്റ്റ് ഇറക്കണേ. പുത്തൻ ബാക്കിയിലൊക്കെ അവിടെ ബസ് ആയിക്കാണ്ടുണ്ട്. ബസ് എത്ര ബസ്സുണ്ട്? ബസ് നമുക്ക് 4 ബസ്സുണ്ട്. 4 ബസ് അവിടെ ഉണ്ട്, 49 സീറ്റ്. പിന്നെ ട്രാവലർ ഉണ്ട്. പിന്നെ ഒരു 20 സീറ്റർ ബസ് ഉണ്ട്. 20 സീറ്റർ. അപ്പോൾ പ്രീമിയം ലെവലില് ഇതടക്കം 7 ബസ് ഉണ്ട്. 7 വണ്ടിയുണ്ട്. പിന്നെ ഒരു മാസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ 7-10 ആവും. ഒരു മാസം അടുത്ത വണ്ടി അടുത്ത 3 വണ്ടി വരുന്നുണ്ട്. അടുത്ത മാസം ഒരു 3 വണ്ടി അല്ലേ? 3 വണ്ടി അതൊന്നിച്ചിറങ്ങാനുള്ള 3 വണ്ടികൾ ഒന്നിച്ച് വരാണ്ട്. അപ്പോൾ ഏറ്റവും ഇപ്പൊ പ്രീമിയം ലെവലില് ഏറ്റവും ഹൈ ലെവലിലൊക്കെ ഈ വണ്ടിയല്ലേ? ഈ വണ്ടിയാണ്. അപ്പൊ ഇതിന്റെ ഇന്റീരിയർ നമ്മൾ ഇതുവരെ കാണിച്ചു കൊടുത്തില്ല. അപ്പൊ ഏതായാലും നമുക്ക് ഇനി ഇന്റീരിയറിലേക്ക് കടക്കാം. കേറുമ്പോ തന്നെ എന്താണിത്? ഇന്റീരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ വർക്കാണല്ലേ? ഫുൾ വർക്കാണ്. നമുക്ക് ആദ്യം തന്നെ ഫ്രണ്ട് നിന്നാണ് തുടങ്ങുമ്പോ ഡ്രൈവിംഗ് സീറ്റാണ് വരുന്നത്. അതില് ഈ ഹുഡൻ ടച്ച് ഒക്കെ നമ്മള് രണ്ടാമത് ഇപ്പൊ ചെയ്തല്ലേ? ഈ ക്രീം കളർ ഒക്കെ നമ്മള് ഫുൾ ചെയ്താണ്. സീലിംഗ്, സീറ്റ്, ടോപ്പ്, TV, ബെർത്ത് ഫുള്ള്. എത്ര ഇഞ്ചാണ്? TS 32 ഇഞ്ച്.
32 ഇഞ്ച് വരുന്നുണ്ട് അല്ലേ? അതെ. ടി വി ഇങ്ങനെ ഹോൾഡിംഗ് ടി വി ആണ് നിൽക്കുന്നത്. ടി വി കണ്ടില്ലേ, 32 ഇഞ്ചിന്റെ ടി വി ഫ്രണ്ടിലേ വരുന്നുണ്ട്. പ്രീമിയം സെഗ്മെന്റ് ഫുൾ വൈറ്റ്. ഓഫ് വൈറ്റ് ക്രീം കളർ. ആ പ്രീമിയം സെഗ്മെന്റിൽ മാത്രം ഓടാൻ വേണ്ടിട്ട് ഓടാൻ വേണ്ടി മാത്രമാണ് നമ്മള് ഇത്രയും ലെവലില് സംഗതി വണ്ടി പണിയിപ്പിച്ചിരിക്കണത്. അപ്പൊ അതങ്ങനെ ഫ്രണ്ടില് നോക്കുമ്പോ തന്നെ നല്ല അടിപൊളി കോ ഡ്രൈവറിന്റെ അടുത്തൊരു സീറ്റ് ഉണ്ട്. പിന്നെ മേലൊക്കെ നോക്കുമ്പോ ഫുള്ള് റെക്സിങ് ചെയ്തിട്ടാണ്. സീലിംഗ് കാര്യങ്ങളൊക്കെ നമ്മൾ വർക്ക് എടുത്തത്. എല്ലാ സീറ്റുകളും അഴിച്ചു. ഇതല്ലേ എല്ലാ ഇതൊക്കെ സാധാ കമ്പനി സീറ്റ് വരുമ്പോൾ തന്നെ വലിയൊരു ഫോം ഉണ്ടാവില്ല. ഇതൊക്കെ ഫോം അഡീഷണൽ ചെയ്ത് നമ്മൾ വേറെ ലെതർ ഇട്ട് ചെയ്തേക്കുന്ന. ലെതർ ഇട്ട് ചെയ്ത് അത്യാവശ്യം നല്ല പ്രീമിയം ക്വാളിറ്റി ലെതറിൽ, സാധാരണ ലെതർ അല്ല, അത്യാവശ്യം നല്ല. നമുക്ക് ഇങ്ങനെ നോക്കുമ്പോ തന്നെ മനസ്സിലാക്കാൻ പറ്റും സീറ്റ് ഏത് ലെവലിലാണോ കിടക്കണമെന്നില്ലേ. സൗണ്ട് ആണെങ്കിലും അത്യാവശ്യം നല്ല സൈനോസിന്റെ അത്യാവശ്യം നല്ല ഇൻഫിനിറ്റിയിലുള്ള 4 സ്പീക്കേഴ്സ്, നക്കാമിച്ചയുടെ ഒരു സബ് ഉണ്ട് ബാക്കിൽ. ഈ ഒരു വണ്ടിയിലേക്ക് വേണ്ട അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉള്ള റേറ്റ് കൂടിയിട്ടുള്ള നല്ല സബ്ബുകളും നല്ല സ്പീക്കേഴ്സും മാത്രമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. മാത്രമാണ് ഇന്ന് അർബേനയിൽ വർക്ക് ചെയ്യുന്ന ഏറ്റവും ബെസ്റ്റ് സ്ഥലമാണ് സൈനോസ്. സൈനോസ് തന്നെ ഈ 9 ലക്ഷം റുപ്യന്റെ കൊട്ടേഷനുള്ള വർക്ക് എടുത്ത് ഇറങ്ങിയ വണ്ടികൾ വളരെ കുറവാണ്. അപ്പോൾ അവർക്ക് ചെയ്യാൻ കഴിയുന്ന വെച്ച് ഈ വണ്ടിയിൽ എന്തൊക്കെ നല്ല മോഡിഫൈ വലിയ അലംഭാവ രീതി എത്രത്തോളം നന്നാക്കി ചെയ്യാൻ കഴിയും അത്രത്തോളം ചെയ്തിട്ടുണ്ട്. അവരും നമുക്ക് ചെയ്തിട്ടുണ്ട്. തന്ന വാക്ക് അവർ കീപ്പ് ചെയ്തിട്ടുണ്ട്. അടിപൊളിയായിട്ട് ചെയ്തു. പറഞ്ഞ ഡേറ്റിന്റെ ഉള്ളിൽ തന്നെ വണ്ടി ആകെ 1-2 ദിവസത്തെ ഡിലേ മാത്രം. ഏതൊരു വർക്ക്ഷോപ്പിലും ഉണ്ടാവുന്ന ഒരു കേസ് മാത്രം. സ്റ്റിക്കർ വർക്കിനൊക്കെ നമുക്ക് ഒരു ദിവസം ഡിലേ ആയില്ലേ. അത് പിന്നെ നമ്മുടേതായ ഇഷ്ടത്തിന് നമ്മൾ ചെയ്താണ്. നമ്മുടെ കൺസെപ്റ്റ് നമുക്ക് വണ്ടിയിൽ വേണം നിർബന്ധമായിരുന്നു. പത്തേമാരി എന്നുള്ള കൺസെപ്റ്റ് വർക്ക് ഫിനിഷിംഗ് ആയിട്ട് നീറ്റ് ആയിട്ട് വരണം. അപ്പൊ പറഞ്ഞ പോലെ തന്നെ നമ്മളെ ഹൈദരാബാദൊക്കെ പോകുമ്പോ അവിടുത്തെ സാധാരണ അവിടെ ഹിന്ദിക്കാരെ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒന്നും ഉണ്ടാവില്ല, സീറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. വേറെ ഈ ആംബിയൻസും ഈ ഒരു ഫിനിഷിങ്ങും ഈ ഒരു വൃത്തിയും എന്താ പറയാ ഈ ഒരു ലക്ഷറി ഇതൊന്നും നമുക്ക് കിട്ടൂല. ഇതൊക്കെ ഇനി നമ്മളെ ഹൈദരാബാദ് പോകുമ്പോ നമ്മളെ മലയാളീസ് കമ്പനി തന്നെയാണ് നമ്മളെ പത്തേമാരി. അപ്പൊ നമുക്ക് ധൈര്യമായിട്ട് ആർക്കും വിളിക്കാം. 10 വർഷത്തോളം എനിക്ക് തന്നെ പേഴ്സണലി അറിയുന്ന ടീമാണ്. ഞാൻ ഇതുപോലെ യാത്ര പോയി കണ്ട് അവിടുന്ന് പരിചയപ്പെട്ട് ഞാൻ കാണുമ്പോൾ അവരവിടെ ഒരു ഗൈഡ് മാത്രമായിട്ട് തുടങ്ങിയായിരുന്നു. പക്ഷെ ഗൈഡിൽ നിന്ന് അവരിന്ന് 10 വർഷം കൊണ്ട് സ്വന്തമായിട്ട് ഹോട്ടൽസായി, റെസ്റ്റോറൻ്റ് ആയി, അതുപോലെ തന്നെ വണ്ടികളായി മുന്നോട്ട് പോയി കൊണ്ടൊക്കെ നല്ല വൃത്തിയിൽ ബിസിനസ് ചെയ്താൽ വിജയിക്കാൻ കഴിയുന്നുള്ള തെളിയിച്ചൊരു ടീമാണ്. അത് നമുക്കൊരു വിശ്വാസമാണ്. 10 വർഷമായിട്ടുള്ള വിശ്വാസം എനിക്ക് അവരുടെ മേലുണ്ട്. ഒരു ഫാമിലി ഗ്രൂപ്പായിട്ട് നമുക്ക് ഹൈദരാബാദ് വേണം. 2 ആളോ 5 ആളോ 10 ആളോ 50 ആളോ 100 ആളോ എത്ര ആൾ വന്നാലും അവരെ നമുക്ക് അക്കോമഡേറ്റ് നന്നായി ട്രീറ്റ് ചെയ്യാനുള്ള എല്ലാ ഫെസിലിറ്റിയിൽ നിന്ന് നമുക്ക് നമ്മുടെ സ്വന്തം സാധനങ്ങൾ തന്നെ അവിടെ ഉണ്ട്. നമ്മുടെ ഓൺ പ്രോപ്പർട്ടികളാണ് എല്ലാം നിൽക്കുന്നത്. റെസ്റ്റോറൻറ്റ്സും റൂംസും വണ്ടികളൊക്കെ നമ്മുടെ സ്വന്തം പ്രോപ്പർട്ടികളാണ്. നിങ്ങളുടെ കൂടെ ഉണ്ടാവുന്ന ഗൈഡ് എന്ന് പറഞ്ഞാൽ സാധാരണ ട്രാവൽസിന് കൂടെ പോയി ഹിന്ദി ഗൈഡുമാരുണ്ടാവും, ഹിന്ദിയൊക്കെ സംസാരിക്കുന്ന ആൾക്കാരുണ്ടാവുക. നമ്മുടെ കൂടെ പറഞ്ഞാൽ ഫുള്ള് മലയാളീസ് ആണല്ലോ അവിടെ. നമ്മുടെ കൂടെ മലയാളി ആൾ നമ്മൾ എന്നും ഗൈഡ് ആയിട്ട് നമ്മുടെ കൂടെ ഉണ്ടാവും. നമ്മുടെ കൂടെ വന്ന് കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്യാനും അവിടെ നമുക്ക് എൻട്രി ടിക്കറ്റും കാര്യങ്ങളും ഫുഡും എല്ലാത്തിലും നമ്മുടെ ഒരാൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. നമ്മുടെ വേർഡാണ്. അതെ. അപ്പൊ ഏതായാലും എല്ലാരും ഇനിതകളും ഹൈദരാബാദൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക, പത്തേമാരിനെ കോൺടാക്ട് ചെയ്യുക. പത്തേമാരി ഫുൾ പാക്കേജ്, അതായത് നിങ്ങൾക്ക് ഇവിടുന്ന് ട്രെയിൻ അവിടെ എത്തി കഴിഞ്ഞാൽ മാത്രം മതി. റെയിൽവേ സ്റ്റേഷനിൽ പിക്ക് ചെയ്ത് തിരിച്ച് റെയിൽവേ സ്റ്റേഷൻ എല്ലാ കാര്യങ്ങളും കൊണ്ടുവന്ന് വിട്ടുകാണ്ട് നമ്മളെ ഫുൾ ഹാപ്പി ആക്കി തരും. ഹൈദരാബാദ് ചെന്ന് അപ്പൊ എല്ലാരും മറക്കാതെ പോലെ കോൺടാക്ട് ചെയ്യുക. അപ്പൊ ഏതായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പൊ ഏതായാലും കിടിലം വീഡിയോസ് ആയിക്കാണ്ട് നമ്മൾ ഇനിയും വരും. കാരണം പത്തേമാരിന്റെ വണ്ടി ഇനി ഇറങ്ങാണ്ട്. അപ്പൊ ഏതായാലും അടുത്ത കിടിലം വീഡിയോസ് ആയിക്കാണ്ട് നമുക്ക് ഇനി അടുത്ത പ്രാവശ്യം കാണാം.